ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയാണോ? നമുക്കിവിടെ എല്ലാവർക്കും സുഖം തന്നെയാണേ. ഇന്നത്തെ വീഡിയോ ഒരു റെസിപ്പിയാണ്. ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവുമായിരിക്കും. ഇവിടെ ഇതിനെ പറയുന്നത് കറി നാരങ്ങ കറി, മാതള നാരങ്ങ കറി എന്നൊക്കെയാട്ടോ ഇതിനെ പറയാറ്. അപ്പോൾ 2 മാതള നാരങ്ങയാട്ടോ എടുത്തിരിക്കുന്നത്. രണ്ടും കൂടി 1/2 കിലോയെ വരോളെ. അതിനു മുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ. ഇത് നന്നായിട്ട് ചെത്തിയെടുക്കുന്നുണ്ടേ. സദ്യയിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് അല്ലേ. അപ്പോൾ 2ഉം ചെത്തിയെടുത്തിട്ടുണ്ടേ. ഈ പുറത്ത് പഞ്ഞി പോലെ ഇരിക്കുന്നൊരു സാധനം ഇല്ലേ, അത് ഫുള്ളായിട്ട് ചെത്തി കളയുന്നില്ല. ഫുള്ളായിട്ട് ചെത്തിക്കളഞ്ഞാൽ പിന്നെ അതിൻ്റെ ക്വാണ്ടിറ്റി കുറയുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കട്ടിംഗ് ബോർഡൊന്നും എടുക്കാൻ നിന്നില്ല. കൈവച്ച് തന്നെ അരിയാന്ന് വെച്ചു. പിന്നെ ഈ അകത്തിരിക്കുന്ന ഈ അരി ഉണ്ടല്ലോ, അത് ഫുള്ള് മാറ്റണമേ, അല്ലെങ്കിൽ നന്നായിട്ട് കയ്പ്പ് രസം കാണും. ഓണക്കാലാകുമ്പോഴാട്ടോ ഈ നാരങ്ങ കാണാറുള്ളത്. അതുവരെ ഇതിനെ കാണാറേ ഇല്ല. ഓണമാകുമ്പോൾ പിന്നെ വിപണിയിൽ മൊത്തം ഇതിൻ്റെ ഒരു മേളം തന്നെയാണ്. കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ എല്ലാം കട്ട് ചെയ്തെടുത്താലോ. കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നല്ലെണ്ണയായിട്ട് ഒഴിക്കുന്നത് ഒരു 2 സ്പൂൺ വരും. എണ്ണ ചൂടായി വരുമ്പോൾ അതിലോട്ട് ആവശ്യത്തിന് കടുക് ഇടുന്നുണ്ട്. കടുകിട്ടതിന് ശേഷം വറ്റൽ മുളക് ഇടുന്നുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം ശകലം ഇഞ്ചിയും ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും 2 പച്ചമുളക് നല്ല എരിവായതുകൊണ്ട് 2 എടുക്കുന്നുള്ളൂ. അതെല്ലാം കൂടെ ചതച്ചതും പിന്നെ ലാസ്റ്റ് കരിയേപ്പിലയും കൂടെ ഇട്ട് വഴറ്റുന്നുണ്ട്. കളർ ചേഞ്ച് ആവുന്നവരെ വഴറ്റണമേ. കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ച നാരങ്ങ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇതിങ്ങനെ കിടക്കണ കാണുമ്പോഴേ എനിക്കിപ്പോഴും തോന്നുന്നത് കപ്പ പുഴുങ്ങിയിൽ കടുതാളിച്ചെടുത്തതുപോലെയാട്ടോ തോന്നണത്. നിങ്ങൾക്കും അങ്ങനെ തോന്നിയാൽ നാരങ്ങ പിടിക്കാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടെ ഇടുന്നുണ്ട്. പിന്നെ ഇത് നന്നായിട്ട് വഴറ്റി കൊടുത്ത് ഇത് കുക്കായി വരണം. എന്നിട്ടാണ് മസാല ചേർക്കുന്നത്. ആ ടൈമിന് നമുക്ക് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ പുളിയെടുത്ത് അത് 1.5 ഗ്ലാസ് വെള്ളത്തിൽ ഞാനിട്ട് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ. നാരങ്ങ നന്നായിട്ട് പുളിയുള്ളതായതുകൊണ്ട് നമുക്ക് ഇത്ര പുളി മതി. പിന്നെ അതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ശർക്കര ചീകിയിടുന്നുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് അത് 1.5 ഗ്ലാസ് വെള്ളമല്ലേ നമ്മളിതിൽ ചേർത്തത്. അപ്പോൾ അതൊരു ഗ്ലാസ് ആക്കി മാറ്റണം. 1/2 ഗ്ലാസ് എങ്കിലും വറ്റണം. അത്രേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നാരങ്ങയിലെ ജ്യൂസൊക്കെ ഇറങ്ങി ഒരുവിധമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. 3/4 ഭാഗം വെന്ത നാരങ്ങയിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ആട്ടോ. അപ്പോൾ അത് 2 സ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ ഇടുന്നത് 1/4 ടീസ്പൂൺ കായപ്പൊടി. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണമേ. ഇനി ഈ പൊടികളെല്ലാം പച്ചമണം മാറുന്നത് വരെ ഒരു 5 മിനിറ്റെങ്കിലും ഇതിൽ കിടന്ന് കുക്കാവണം. തൊട്ടപ്പുറത്ത് വെച്ച പുളിയും ശർക്കരയും കൂടെ ഉള്ള വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ അത് 1 ഗ്ലാസ്സായി വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇതിലോട്ട് ചേർക്കാം. സ്റ്റൗ ഓഫ് ആക്കിയിട്ടാട്ടോ ഇതിലോട്ട് ഒഴിക്കുന്നത്. ചൂടായതുകൊണ്ട് തന്നെ കുറച്ച് ലൂസായിട്ട് തന്നെ ഇരിക്കും. ഇത് തണുക്കുമ്പോൾ കറക്റ്റായി വന്നോളും. നല്ല സ്മെല്ലും ഉണ്ട്, നല്ല രുചിയുണ്ടേ. ഇനിയിപ്പോൾ ഇവിടെ എല്ലാവരുടെയും സൈഡ് ഡിഷ് ഇതായിരിക്കും കേട്ടോ ഫുഡിൻ്റെ കൂടെ. തണുത്തപ്പോൾ ഇതേപോലെ ആയി വന്നിട്ടുണ്ട്. അപ്പം നല്ല രുചിയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.